ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് 2025 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് നോക്കാം. കുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടായ ജി ഹേറ്റർ പീഡിയാട്രിക് ഉപയോഗിക്കുന്നത് തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിലാണ്. അപ്പോൾ ജി ഹേറ്റർ പീഡിയാട്രിക്കിന്റെ ഉപയോഗം എന്താണെന്നാണ് ചോദ്യം. അത് കുട്ടികളുടെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനാണ്. അപ്പോൾ പീഡിയാട്രിക് നമുക്കറിയാം ശിശുരോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ജി ഹേറ്റർ പീഡിയാട്രിക്കിന്റെ ഉപയോഗം എന്താണ്? കുട്ടികളിലെ നടത്ത വൈകല്യം പരിഹരിക്കുന്നതിനാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു എന്നാണ് ചോദ്യം. പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാം വിഷയങ്ങൾക്കായിട്ടുള്ള അന്താരാഷ്ട്ര വർഷമാണ് 2025 UN പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഏതിനൊക്കെയായിരുന്നു? സമാധാനത്തിനും വിശ്വാസത്തിനുമായിട്ടുള്ള വർഷമായിട്ടാണ്. പിന്നെ ക്വാണ്ടം ആൻഡ് സയൻസ് ടെക്നോളജിക്കായിട്ടുള്ള വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള വർഷം. അപ്പോൾ ഓപ്ഷൻ 1, 2 and 3 കറക്റ്റ് ആണ്. അന്താരാഷ്ട്ര ഒട്ടക വർഷം അല്ല. ഓക്കെ, അപ്പോൾ UN 2025 UN പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയായിട്ടാണ്? സമാധാനത്തിനും വിശ്വാസത്തിനുമായിട്ടുള്ള വർഷം, ക്വാണ്ടം ആൻഡ് സയൻസ് ടെക്നോളജിക്കായിട്ടുള്ള വർഷം, പിന്നെ ഹിമാനികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേശീയ അവാർഡ് നേടിയ ആദ്യ നടനായ PJ ആന്റണിയോടുള്ള സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ പേരിൽ സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. കൊച്ചിയിലാണ്. നെക്സ്റ്റ്, കേരളം ആസ്ഥാനമായിട്ടുള്ള സ്പൈസ് ബോർഡ് വിഭജിച്ച് പ്രവർത്തനം ആരംഭിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം എവിടെയായിരുന്നു? തെലങ്കാനയിലാണ്. സംസ്കാരം, വിനോദസഞ്ചാരം, നിർമ്മിത ബുദ്ധി എന്നീ രംഗങ്ങളിലെ പുരോഗതി ആഘോഷിക്കുന്നതിനായിട്ട് ഇന്ത്യക്കൊപ്പം 2026 ഇരട്ട വർഷമായി പ്രഖ്യാപിച്ച രാജ്യം ഏതായിരുന്നു? സ്പെയിനാണ്. ഏതൊക്കെ രംഗങ്ങളിലാണ്? സംസ്കാരം, വിനോദസഞ്ചാരം, നിർമ്മിത ബുദ്ധി, ഈ രംഗങ്ങളിലെ പുരോഗതി ആഘോഷിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരായിരുന്നു? ബാനു മുഷ്താഖാണ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ISROയുടെ നേതൃത്വത്തിൽ സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിക്കപ്പെട്ട തീയതി ചോദിച്ചിട്ടുണ്ട്. ജനുവരി 16, 2025. ഓക്കെ, ജനുവരി 16, 2025. കേരളം ആസ്ഥാനമായ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് അംബാസിഡറായി 2025 മാർച്ചിൽ നിയമിതയായ പ്രശസ്ത ചലച്ചിത്ര നടി ആരാണെന്നാണ് ചോദ്യം. നമ്മുടെ വിദ്യാ ബാലനാണ്. ഓക്കെ, ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ച് അംബാസിഡർ 2025 മാർച്ചിലാണ് അപ്പോയിന്റഡ് ആയത്. നെക്സ്റ്റ്, ലെബനന്റെ നിലവിലെ പ്രസിഡന്റ് ആണ് മൈക്കിൾ ഔൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെബനന്റെ നിലവിലെ പ്രധാനമന്ത്രി ജോസഫ് ഔൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് 2 സ്റ്റേറ്റ്മെന്റും, 1ഉം 2ഉം, ഈ 2 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. ലെബനന്റെ പുതിയ പ്രസിഡന്റ് ആണ് ജോസഫ് ഔൺ. ഓക്കെ, നെക്സ്റ്റ്, ആധാർ നടപ്പിലാക്കുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണെന്നാണ് ചോദ്യം. ഭുവനേഷ് കുമാറാണ്. നെക്സ്റ്റ്, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ കിളിമഞ്ചാരോയിൽ അടുത്തിടെ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തിയ ഛത്തീസ്ഗഡ് സ്വദേശിനിയാണ് നിഷ യാദവ്. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ ആണ്, നമുക്കറിയാവുന്നതാണ്. അവിടെ ഇന്ത്യൻ ത്രിവർണ പതാക ഉയർത്തി ഒരു ഇന്ത്യക്കാരിയാണ് നിഷ യാദവ്. നെക്സ്റ്റ്, ഉഷ ചിലുകുരി വാൻസുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണെന്നാണ്. അമേരിക്കയുടെ സെക്കൻഡ് ലേഡി സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയാണ്. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ്. US കോൺഗ്രസിലെ ആദ്യ ഹിന്ദു അംഗമാണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും ഉഷ ചിലുകുരി വാൻസുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയായിരുന്നു? അമേരിക്കയുടെ സെക്കൻഡ് ലേഡി സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വംശജയായിരുന്നു. വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയും US കോൺഗ്രസിലെ ആദ്യ ഹിന്ദു അംഗവും അവർ തന്നെയായിരുന്നു. നെക്സ്റ്റ്, 2024 സ്കോച്ച് പുരസ്കാരത്തിന് അർഹമായത് ഏത് സംസ്ഥാനത്തെ വനപരിപാലന പദ്ധതിയാണെന്നാണ് ചോദ്യം. നാഗാലാൻഡ് ആണത്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ലാൻഡ് വൈസ് യൂസ് വിഭാഗത്തിൽ റംസാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരായിരുന്നു? ജയശ്രീ വെങ്കടേശനാണ്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട്. ഏത് വിഭാഗത്തിലാണ്? വൈറ്റ് ലാൻഡ് വൈസ് യൂസ് വിഭാഗത്തില് റംസാർ അവാർഡ് നേടിയ ഇന്ത്യക്കാരി. ഓക്കെ, അപ്പൊ അതിൽ നിന്ന്
പല ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓർത്തെടുത്ത് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡ്രോണുകളെ പ്രതിരോധിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈൽ ഏതാണെന്നാണ് ചോദ്യം. ഭാർഗവാസ്ത്രയാണ് ആൻസർ. 2025 പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ 2025 പ്രഥമ ഖോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ പ്രശസ്ത ബോളിവുഡ് താരം സൽമാൻ ഖാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ചുവടെ നൽകിയിരിക്കുന്നവരിൽ നിന്നും 2024 വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അത് വിക്ടർ എംബ്രോസും ഗാരി റൂക്കനും ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച കലാമണ്ഡലം ബാലസുന്ദർ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ചെണ്ട. നെക്സ്റ്റ്, ഓ മിസോറാം, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദി ഓൾമൈറ്റി, ഡെമോക്രൈറ്റിസ് മുകളിൽ തന്നിട്ടുള്ളവരിൽ നിന്നും PS ശ്രീധരൻ പിള്ളയുടെ കൃതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണേ. ഓ മിസോറാം, നെക്സ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി. ഇത് രണ്ടുമാണ് PS ശ്രീധരൻ പിള്ളയുടെ കൃതികൾ. ഇനി നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ നെൽപൊട്ടൻ ഏതാണെന്ന്? നെൽപൊട്ടൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെൽപൊട്ടൻ എന്ന് വെച്ചാൽ ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോളനാണ് മലയാളത്തിൽ നെൽപൊട്ടൻ എന്ന് പറയുന്നത്. അത് അപൂർവ ഇനം പക്ഷി വിഭാഗത്തിലാണ് പെടുന്നത്. ഓക്കെ, എവിടെയായിരുന്നു? കേരളത്തിലെ മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ നിന്നാണ് കണ്ടെത്തിയത് നെൽപൊട്ടൻ, അതായത് ഗോൾഡൻ ഹെഡഡ് സിസ്റ്റിക്കോള. ഓക്കെ, നെക്സ്റ്റ്, സ്വതന്ത്ര ഭാരതത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്? ഉത്തരം ഉത്തരാഖണ്ഡാണ്. സൈബർ ക്രൈം അന്വേഷണത്തിൽ സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് 2025 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്ന്? ഏത് രാജ്യവുമായിട്ടാണ്? അമേരിക്കയുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. നെക്സ്റ്റ്, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നിയോജക മണ്ഡലം ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കാരണം കൊണ്ടാണ് അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയതെന്ന്? ഇന്ത്യയില് ഗ്രാമ കോടതിയുള്ള ആദ്യ നിയോജക മണ്ഡലമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നിയോജക മണ്ഡലം. അപ്പൊ അതിന്റെ പേരിലാണ് അത് പ്രശസ്തമായത്. 2025 ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവയിൽ ശരിയല്ലാത്ത ജോഡി തെരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞേക്കണേ. അതിലെന്താണ്? ഉദ്വ തടാകം ഉത്തരാഖണ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേച്ചോ പാൽരി തണ്ണീർത്തടം മിസോറാം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും തെറ്റാണ്. ഓക്കെ, അപ്പോ തേർത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട് തന്നെയാണ്. ഉദ്വ തടാകം ജാർഖണ്ഡിലാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാടാണ്. അപ്പൊ തമിഴ്നാടുള്ള രണ്ടെണ്ണം ഏതൊക്കെയായിരുന്നു? തേർത്തങ്കൽ പക്ഷി സങ്കേതവും ശങ്കരക്കോട്ടെ പക്ഷി സങ്കേതവും. ഉദ്വ എവിടെയായിരുന്നു? ജാർഖണ്ഡിലാണ്. കേച്ചോ പാൽരി സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2025 ഗ്ലോബൽ ഫയർ പവർ സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ആണ്. ഓക്കെ, ഇന്ത്യ 4ാം സ്ഥാനത്താണ്. 2025 മാർച്ചിൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ഗോൾഡ് ലോൺ ATM ആരംഭിച്ചത് ഏത് ബാങ്കാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നെക്സ്റ്റ്, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന്? വിക്ഷേപണം നടന്നത് 2025 പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 2025 ജനുവരി 29 നെക്സ്റ്റ്, വിക്ഷേപണ വാഹനം GSLV F-15 ആണ്. അപ്പൊ അത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, 2025 ബാഫ്ത പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിട്ടുള്ളതിൽ തെറ്റായ വസ്തുത അല്ലെങ്കിൽ വസ്തുതകൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. മികച്ച ചിത്രം അനോറയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായ കാര്യമാണ്.
ഓക്കെ, അപ്പൊ തെറ്റായത് ഏതായിരുന്നു? മികച്ച ചിത്രം മനോറ എന്ന് പറഞ്ഞത് തെറ്റാണ്. മികച്ച ചിത്രം കോൺക്ലേവ് ആയിരുന്നു. സംവിധാനം ചെയ്തത് എഡ്വേർഡ് ബർഗർ ആയിരുന്നു. അപ്പൊ ശരിക്ക് മികച്ച ചിത്രം ഏതായിരുന്നു? കോൺകേവ് ആയിരുന്നു കേട്ടോ. കോൺക്ലേവ്. മികച്ച നടൻ എഡ്രിയൽ ബ്രോഡി തന്നെയായിരുന്നു. മികച്ച നടി മൈക്കി മാഡിസൺ ആയിരുന്നു. ഇപ്പൊ 2025 ബാഫ്ത പുരസ്കാരവുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായത് മികച്ച ചിത്രം മനോറ എന്നുള്ളത് തെറ്റാണ്. ശരിക്കും മികച്ച ചിത്രം ഏതായിരുന്നു? കോൺക്ലേവ്. ഓക്കെ, മികച്ച ചിത്രം കോൺക്ലേവ് ആയിരുന്നു. 2025 മാർച്ചിൽ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ 10ാമത് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ക്രിസ്റ്റി കോവൻട്രി ആയിരുന്നു. നിലവില് ഡൽഹിയിലത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആരായിരുന്നു എന്നാണ് ചോദ്യം. VK സക്സേനയാണ് ഇപ്പോഴത്തെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക ഗോത്ര രാജാവായിരുന്നു രാമൻ രാജമന്നാർ. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക ഗോത്ര രാജാവ് രാമൻ രാജമന്നാനായിരുന്നു. നെക്സ്റ്റ്, ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേലയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. നിക്കോളാസ് മഡൂറോ ആണ് ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, നിക്കോളാസ് മഡൂറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 മിസസ് വേൾഡ് കിരീടം നേടിയ ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനിയാണ് ഷെഗോ ഗെയ്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ്, മിസസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ കറുത്ത വർഗക്കാരിയാണ് ഈ പറഞ്ഞ ഷെഗോ ഗെയ്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഷെഗോ ഗെയ്ലാണ് 2025 മിസസ് വേൾഡ് കിരീടം നേടിയത്. അവര് തന്നെയായിരുന്നു ആദ്യ കറുത്ത വർഗക്കാരി. മിസസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യത്തെ കറുത്ത വർഗക്കാരിയും ഷെഗോ ഗെയ്ലയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സർവകലാശാലയുടെ 2022 ONV പുരസ്കാര ജേതാവ് ആരായിരുന്നു എന്നാണ്. M മുകുന്ദനാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമായി മാറ്റപ്പെടുന്ന യുദ്ധക്കപ്പൽ ഏതാണെന്നാണ്. ഏതായിരുന്നു? INS ഗുൽദാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയമാക്കി മാറ്റപ്പെടുന്ന യുദ്ധക്കപ്പൽ. പണ്ട് യുദ്ധക്കപ്പലായിരുന്നു, ഇപ്പൊ അതെന്തായിരുന്നു? അണ്ടർ വാട്ടർ മ്യൂസിയം ആണ്. ഏതായിരുന്നു അത്? INS ഗുൽദാർ. നെക്സ്റ്റ്, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണെന്നാണ്. യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് യാനിക് സിന്നർ. നെക്സ്റ്റ്, ഏഷ്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്ന അംഗീകാരം നേടിയ ഫിനാൻസ് കമ്പനി ഏതാണെന്ന്. നമ്മുടെ മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് ലീഡർ ബ്രാൻഡ് എന്നുള്ള അംഗീകാരം നേടിയ ഫിനാൻസ് കമ്പനി. നെക്സ്റ്റ്, ദളിത് ആദിവാസി സമൂഹത്തിലെ അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകനും സാഹിത്യകാരനുമായ KK കൊച്ച് 2025 മാർച്ചിൽ അന്തരിച്ചു. ഇനി കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് കുറച്ച് കൃതികൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൃതികൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബുദ്ധനിലേക്കുള്ള ദൂരം, ദളിതൻ, ഇടതുപക്ഷമില്ലാത്ത കാലം. അപ്പൊ ഈ മൂന്നും ഏതാണ്? അദ്ദേഹത്തിന്റെ കൃതികളാണ്. അടുത്തത് 2025 മുതൽ ലോക ഹിമാനികളുടെ ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ദിവസം ഏതാണ്? മാർച്ച് 21. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. 2025 കേരള ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പുനർജീവനം എന്ന പദ്ധതി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തകർന്നു പോയ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അവതരിപ്പിക്കപ്പെട്ട പദ്ധതിയാണ് ഇത് പുനർജീവനം എന്ന പദ്ധതി. 2025 കേരള ബജറ്റിലാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തകർന്നു പോയ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. കന്യാകുമാരിയിലാണ് ആദ്യത്തെ കണ്ണാടിപ്പാലം സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യക്തിക്കുള്ള എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അനുവദിച്ചുകൊണ്ട് വ്യക്തിത്വ പദവി നൽകി ആദരിക്കപ്പെട്ട മൗണ്ട് തരാനക്കി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്.
ഒരു വ്യക്തിക്കുള്ള എല്ലാ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും അനുവദിച്ച് വ്യക്തിത്വ പദവി നൽകി ആദരിക്കപ്പെട്ട മൗണ്ട് തരാനഗി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് 2025 കേരള ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയുടെ തുടർ കുതിപ്പിനായിട്ട് നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളിലെ 4ാം ക്ലാസ് 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ട് നമുക്കറിയാം LSS USS പരീക്ഷകളൊക്കെ ഉണ്ട്. അത് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവയെ ഏത് പേരിലാണ് 2025 ബജറ്റിൽ പുനർനാമകരണം ചെയ്തത് എന്നാണ് ചോദ്യം. CM കിഡ് എന്നാണ് പുനർനാമകരണം ചെയ്തത്. ഓക്കെ, LSS USS പരീക്ഷകൾ പരിഷ്കരിക്കുന്ന ഭാഗമായിട്ട് എന്താണ് നമ്മുടെ 4ലും 7ലൊക്കെ ഉള്ള പരീക്ഷയാണ്. അത് CM കിഡ് എന്നുള്ള പേരിലാണ് ബജറ്റിൽ പുനർനാമകരണം ചെയ്തത്. നെക്സ്റ്റ്, ചൈനയിൽ വളരെ വേഗം പടർന്നു പിടിക്കുന്ന കോവിഡ്, ഫ്ലൂ എന്നിവയുടെ അതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന ശ്വാസകോശ രോഗത്തിന് കാരണമായ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അണുബാധ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിക്കപ്പെട്ടത് എവിടെയായിരുന്നു? ബാംഗ്ലൂരുവിലാണ്. ചൈനയിൽ കാണുന്ന കോവിഡ്, ഫ്ലൂ ഇതിന്റെ അതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന ശ്വാസകോശ രോഗം അതിന് കാരണമായ അണുബാധയാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. എവിടെയാണ് കണ്ടത്? ബാംഗ്ലൂരുവിലാണ്. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടനയായ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ, അതായത് IBCA, അതിന്റെ ലക്ഷ്യം എന്താണെന്നാണ്? വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണമാണ്. നെക്സ്റ്റ്, 2027 നടക്കാനിരിക്കുന്ന 39ാമത്തെ ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? കുലശേഖര പട്ടണത്തിലാണ്. എന്തായിരുന്നു? 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രം കുലശേഖര പട്ടണം. നെക്സ്റ്റ്, 2025 പുറത്തു വന്ന ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 38ാമത്തെ സ്ഥാനമായിരുന്നു. അടുത്തത്, ഫ്രാൻസിലെ ആദ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം 2025 ഫെബ്രുവരിയിൽ നിർവഹിച്ചത് ആരായിരുന്നു? നമ്മുടെ PM ആയ നരേന്ദ്രമോദി ആയിരുന്നു. നെക്സ്റ്റ്, ISROയുടെ 11ാമത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ V നാരായണനാണ് ISROയുടെ 11ാമത്തെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റത്. നെക്സ്റ്റ്, ഒഡീഷയിലെ ഭുവനേശ്വർ വേദിയായ 2025 പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ക്രിസ്റ്റീൻ കാർല കാങ്കലു ആണ്. ഒഡീഷയിലെ ഭുവനേശ്വർ വേദിയായ 2025 എന്തായിരുന്നു? എന്താഘോഷമായിരുന്നു? പ്രവാസി ഭാരതീയ ദിവസ്. അതിന്റെ മുഖ്യ അതിഥി ക്രിസ്റ്റീൻ കാർല കാങ്കലു ആയിരുന്നു. നെക്സ്റ്റ്, 2025 അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയായിരുന്നു മീഹോൾ മാർട്ടിൻ. 2025 അയർലൻഡിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? മീഹോൾ മാർട്ടിൻ. നെക്സ്റ്റ്, തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരായിരുന്നു? KP സുധീരയാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാന രചയിതാവാണ് കൈതപ്രം നമ്പൂതിരി. അപ്പൊ അത് മാത്രമാണ് ശരി. അപ്പൊ തെറ്റായത് കേട്ടിട്ട് ഇനി അത് ഓർത്തു വെക്കണ്ട. ഓക്കെ, 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈനിക അഭ്യാസമായ സൈക്ലോണിന് 2025 വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്? രാജസ്ഥാനാണ്. ഇന്ത്യ, ഈജിപ്ത് രാജ്യങ്ങളുടെ സംയുക്തമായ ഒരുമിച്ചിട്ടുള്ള സൈനിക അഭ്യാസമായ സൈക്ലോണിന് 2025 വേദിയായത് രാജസ്ഥാൻ. 2025 അണ്ടർ-19 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ഇന്ത്യ. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് മിഷേൽ ബാഷ്ലറ്റ് ആണ്. നീതി ആയോഗിന്റെ പ്രഥമ സാമ്പത്തിക ആരോഗ്യ സൂചികയിൽ 1ാമതെത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. 72ാമത് ലോകസുന്ദരി മത്സരത്തിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. 72ാമത്തെ ലോകസുന്ദരി മത്സരത്തിന് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന.
അടുത്ത ക്വസ്റ്റില് ശരിയായിട്ടുള്ള ജോഡികൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് തെറ്റായത് നോക്കുന്നില്ല. 2025 മാർച്ചിലെ കണക്ക് പ്രകാരം അൾട്രാവയലറ്റ് സൂചികയിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല കൊല്ലമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന ജില്ല പാലക്കാടാണ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? 2025 മാർച്ചിലെ കണക്ക് പ്രകാരം അൾട്രാവയലറ്റ് സൂചികയിൽ 1-ാം സ്ഥാനത്ത് കൊല്ലമാണ്. കൂടാണ്ട് ഖരമാലിന്യങ്ങളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ഈ മാലിന്യങ്ങളിൽ നിന്നൊക്കെ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് ടു എനർജി പ്ലാന്റ് തയ്യാറാക്കുന്ന ജില്ല പാലക്കാടാണ്. നെക്സ്റ്റ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ഗോത്ര വിഭാഗം ഏതാണെന്ന്. അതുവരെ അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടമുണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർക്ക് ഇടം നൽകുന്നത്. ആ ഗോത്രവർഗമാണ് ജരാവ. നെക്സ്റ്റ്, 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണെന്നാണ് ചോദ്യം. UAE ആണ് ആ രാജ്യം. നെക്സ്റ്റ്, കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ആദ്യ ടൂറിസം പദ്ധതിയാണ് കിദൂർ പക്ഷിഗ്രാമം. ഇത് ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. കാസർഗോഡാണ് കിദൂർ പക്ഷിഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോറിലെ ദേവി അഹല്യാഭായി ഹോൾക്കർ വിമാനത്താവളം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കാരണം കൊണ്ടാണ് വാർത്താ പ്രാധാന്യം നേടിയതെന്ന്. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ഇൻഡോറിലെ ദേവി അഹല്യാഭായി ഹോൾക്കർ വിമാനത്താവളം. ഓക്കെ, നെക്സ്റ്റ്, 2025 പാരീസ് കാലാവസ്ഥാ ഉടമ്പടി, ലോകാരോഗ്യ സംഘടന, UN മനുഷ്യാവകാശ കൗൺസിൽ എന്നീ സംഘടനകളിൽ നിന്നും പിന്മാറുന്നതിനായിട്ട് പ്രഖ്യാപിച്ച രാജ്യമായിരുന്നു അമേരിക്ക. നെക്സ്റ്റ്, 2025 ജനുവരിയിൽ പുറത്തിറങ്ങിയ ലോകബാങ്കിന്റെ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ടസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും വേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ. അതായത് 2025 ഇറങ്ങിയ ജനുവരിയിൽ പുറത്തിറങ്ങിയ ലോകബാങ്കിന്റെ കണക്ക് പ്രകാരമാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ദിഗന്തര വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ബഹിരാകാശ ഉപഗ്രഹം ഏതാണെന്നാണ് സ്കോട്ടാണ്. നെക്സ്റ്റ്, കേരള തദ്ദേശ സ്വയംഭരണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനായി നിയമിതനായത് ആരായിരുന്നു എന്നാണ് ചോദ്യം. B. അശോകാണ് തദ്ദേശ സ്വയംഭരണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ. ഓക്കെ, B. അശോക്. നെക്സ്റ്റ്, 2025 മാർച്ചിൽ ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായ വനിത ആരായിരുന്നു? സാറ സഫ്രാനിയാണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷണറായി 2025 ഫെബ്രുവരിയിൽ നിയമിതനായത് ഗ്യാനേഷ് കുമാറാണ്. ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് 2025 ഫെബ്രുവരിയിൽ നിയമിതനായത് ഗ്യാനേഷ് കുമാറാണ്. മൊത്ത വിപണിയിലെ വിലക്കയറ്റ നിരക്ക് നിർണ്ണയിക്കുന്ന രീതി പരിഷ്കരിക്കുന്നതിനായിട്ട് 2025 കേന്ദ്ര സർക്കാർ നിയമിച്ച 18 അംഗ സമിതിയുടെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരായിരുന്നു? രമേശ് ചന്ദ് ആയിരുന്നു. നെക്സ്റ്റ്, 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118ാമത്തെ സ്ഥാനമാണുള്ളത്. തിരുവനന്തപുരം വേദിയായ 2025 63ാമത്തെ കേരള സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല നമ്മുടെ തൃശ്ശൂരാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ തൃശ്ശൂരിന് അവധിയൊക്കെ കൊടുത്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷന് നേടിക്കൊടുത്ത കൃതിയാണ് ഗോപ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിലെ 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരായിരുന്നു? K. അരവിന്ദാക്ഷനായിരുന്നു. അത് നേടിക്കൊടുത്ത കൃതിയാണ് ഗോപ. മൗറീഷ്യസിലെ 2025 ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS ഇംഫാൽ. മൗറീഷ്യസില് 2025 ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഏതായിരുന്നു? INS ഇംഫാൽ. അടുത്തത് 2025 ലോറസ് കായിക പുരസ്കാരത്തിനുള്ള അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരായിരുന്നു? ഋഷഭ് പന്ത് ആയിരുന്നു. 2022-23 വർഷത്തെ സ്വരാജ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതൊക്കെയായിരുന്നു?
മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡിലെ വലിയ പറമ്പയായിരുന്നു, അത് കറക്റ്റ് ആണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരമായിരുന്നു, അതും ശരിയാണ്. മികച്ച കോർപ്പറേഷനും തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ മികച്ച ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും തിരുവനന്തപുരം, മികച്ച ഗ്രാമപഞ്ചായത്ത് മാത്രം കാസർഗോഡിലെ വലിയ പറമ്പ്. നെക്സ്റ്റ് 2025 ലോക ജനദിനത്തിന്റെ, അതായത് ലോക ജനദിനം എന്നായിരുന്നു? മാർച്ച് 22 അതിന്റെ പ്രമേയം എന്താണ്? ഹിമാനികളുടെ സംരക്ഷണം. അരുൺ രാജിന്റെ സംവിധാനത്തിൽ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമായ കതിരവൻ എന്ന ചലച്ചിത്രത്തിൽ അയ്യങ്കാളിയായിട്ട് വേഷമിടുന്നത് ആരാണ്? നമ്മുടെ സിജു വിൽസൺ എന്നുള്ള ആക്ടറാണ്. നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏത് തുറമുഖത്തിന്റെ മാതൃകയിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്നത്? മുന്ദ്ര തുറമുഖം, ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ളത് ഗുജറാത്താണെന്ന് അറിയാം. അവിടെയുള്ള മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിലാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് പ്രത്യേക തരത്തിലുള്ള സാമ്പത്തിക മേഖലാ വികസനം വരുന്നത്. ഇന്ത്യയിലെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമം ഏതാണ്? ഗുജറാത്തിലെ മസാലിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊദേരയാണ്, ഗുജറാത്തിലെ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എക്സ്പ്രസ് വേ തുരങ്കമായ ടിയാൻ ഷാൻ ഷെങ്ലി തുരങ്കം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ടിയാൻ ഷാൻ ഷെങ്ലി തുരങ്കം എവിടെയായിരുന്നു? ചൈനയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഗ്രി ടൂറിസം വില്ലേജ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിലെ കുമരകം എന്ന ഗ്രാമമാണ്. സഹകരണ വിദ്യാഭ്യാസത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ത്രിപുൽ സഹകാരി സർവകലാശാല. സഹകരണ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നതാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ്, ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വന്നത് ഏത് രാജ്യത്താണെന്നാണ്? നമ്മുടെ ദക്ഷിണാഫ്രിക്കയിലാണ്. അടുത്തത്, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിൽ നടന്ന ഹൈ സെക്യൂരിറ്റി പ്രിന്റിംഗ് സമ്മേളനത്തിലെ 2025 ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിനുള്ള പുരസ്കാരം നേടിയത് UAE സെൻട്രൽ ബാങ്ക് ആണ്, അത് കറക്റ്റ് ആണ്. ലണ്ടനിലെ സെൻട്രൽ ബാങ്കിംഗ് ഏർപ്പെടുത്തിയ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം 2025 നേടിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നൂതന സാങ്കേതിക സംവിധാനങ്ങളാണ് സാർത്തിയും പ്രവാഹും, അത് രണ്ടും കറക്റ്റ് ആണ്. നെക്സ്റ്റ്, സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിനായി 2025 മാർച്ചിൽ വിക്ഷേപിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹമാണ് നിള. സ്പേസ് എക്സിന്റെ ട്രാൻസ്പോർട്ടർ ദൗത്യത്തിന് വേണ്ടിയിട്ട് 2025 മാർച്ചിൽ വിക്ഷേപിക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഉപഗ്രഹമാണ് നിള. ഇനി നിലവിലെ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാർ ആണത്. ക്രൊയേഷ്യയുടെ നിലവിലെ പ്രസിഡന്റ് സോറൻ മിലനോവിക് ആണ്. ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതില് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരിയിൽ രേഖ ഗുപ്ത ഡൽഹി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡൽഹിയിലെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ശരിക്കും രേഖ ഗുപ്ത. ഇവര് തെറ്റിക്കാനായിട്ട് 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ശരിയായത് നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരിയിൽ ടൈം മാഗസിന്റെ വുമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതില് അനധികൃത കുടിയേറ്റം തടയാനും വിദേശികളുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ഇടപെടലുകൾ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷാ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. നിത്യാനന്ദ റായ് ആണ് അത് ലോകസഭയിൽ അവതരിപ്പിച്ചത്. നെക്സ്റ്റ്, ബെലാറസ് പ്രസിഡന്റായി 7ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അലക്സാണ്ടർ ലുക്കാഷെങ്കോനെയാണ് ബെലാറസ് പ്രസിഡന്റായിട്ട് തുടർച്ചയായിട്ടുള്ള 7ാമത്തെ തവണയും തെരഞ്ഞെടുക്കപ്പെട്ടത്.
2023-24 മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയത് വെളിയന്നൂരാണ്. നെക്സ്റ്റ് 2025 പത്മഭൂഷൺ നേടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ആരാണെന്ന് ചോദിച്ചത്. കെ ഓമനക്കുട്ടിയാണ് ഉൾപ്പെടാത്തത്. ജോസ് ജാക്കോബ് പൊരിയപ്പുറത്തിനും PR ശ്രീജേഷിനും ശോഭനയ്ക്കുമെല്ലാം 2025 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് കെ ഓമനക്കുട്ടിയാണ്. കെ ഓമനക്കുട്ടി എന്നാണ് 2025 പത്മശ്രീ നേടിയ മലയാളി സംഗീതജ്ഞയാണ്. ഇവര് പത്മഭൂഷൺ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പത്മഭൂഷൺ അല്ല, കെ ഓമനക്കുട്ടി ഏതായിരുന്നു? പത്മശ്രീ ആണ്. 2025 കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഇംഗ്ലണ്ട്. 2025 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ലോകത്തെ ഏറ്റവും ശക്തിയേറിയ പാസ്പോർട്ടുകളുടെ സൂചികയായ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? 80ാം സ്ഥാനമാണ്. നെക്സ്റ്റ് 2024 പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ മലയാളിയാണ് ടൊവിനോ തോമസ്. 2024 പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ കേട്ടോ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കണേ. മൂന്നാമത്തെ ഓപ്ഷനാണ് അതിൽ തെറ്റ്. 8ാമത്തെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ അതിഥി രാജ്യം സിംഗപ്പൂർ ആയിരുന്നു എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിഥി രാജ്യം ഫ്രാൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് മാത്രമാണ് തെറ്റ്. അപ്പൊ ശരിയായത് നമുക്ക് നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ സാഹിത്യ ഉത്സവമാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അത് കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 80ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേദിയായ നഗരം കോഴിക്കോടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ശരിയാണ്. അപ്പൊ മൂന്നാമത് എന്തായിരുന്നു? 8ാമത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ അതിഥി രാജ്യം സിംഗപ്പൂർ അല്ല, ഏതാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് മികച്ച ചിത്രത്തിനുള്ള 97ാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണെന്നാണ് ചോദ്യം. അത് അനോറയാണ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തായാലും 2025 വരുന്ന PSC പരീക്ഷകളിൽ മാർക്ക് ഉറപ്പിക്കാനും നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാനൊക്കെ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വളരെ നിർണായകമാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് നല്ലൊരു സർക്കാർ ജോലിയിൽ എത്താൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.